AKG സെന്ററിൽ ഒരു തൊരപ്പൻ കൊച്ചുണ്ണിയുണ്ട്. ആ തൊരപ്പൻ ദിനംപ്രതി 10 കണക്കിൽ എനിക്കെതിരെ വ്യാജ കാർഡുകൾ അടിച്ചിറക്കുകയാണ്. CPMന്റെ വ്യാജ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന MV നികേഷ് കുമാറിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. AKG സെന്ററിൽ ഇരുന്ന് വ്യാജ വാർത്തകൾ ചമയ്ക്കാൻ പ്രത്യേക ചുമതലയുള്ള ആളാണ് നികേഷ് കുമാർ എന്ന് സതീശൻ പരിഹസിച്ചു. അവിടെ നികേഷിന് വേണ്ടി പ്രത്യേക ക്യാബിനും കസേരയും ഇതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. തൊരപ്പൻ സഖാവിന്റെ പ്രധാന പരിപാടി ദിനംപ്രതി തനിക്കെതിരെ വ്യാജ പ്രചാരണ കാർഡുകൾ സോഷ്യൽ മീഡിയ വഴി അടിച്ചിറക്കുക എന്നതാണെന്ന് സതീശൻ തുറന്നടിച്ചു. തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം 10 വ്യാജ കാർഡുകൾ വീതമാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഞാൻ പണം തട്ടിയെന്നാണ് ഇവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. KPCCക്ക് സംഭാവനയായി ലഭിച്ച പണം ഞാൻ അടിച്ചു മാറ്റി എന്നതാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലിറങ്ങിയ ഒരു കാർഡ്. ഇല്ലാത്ത 100 കോടി രൂപയുടെ കണക്കാണ് ഇവർ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർ ഒന്ന് പിന്നിലേക്ക് നോക്കുന്നത് നന്നായിരിക്കുമെന്ന് സതീശൻ ഓർമ്മിപ്പിച്ചു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി ഇരുന്ന നീണ്ട വർഷക്കാലം CPM പിരിച്ച ഫണ്ടൊക്കെ അദ്ദേഹം സ്വന്തം വീട്ടിലേക്കാണോ കൊണ്ടുപോയതെന്ന് സതീശൻ ചോദിച്ചു. CPMന്റെ ഒരാൾ അവിടെ ഇരുന്ന് എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കുന്നുണ്ടല്ലോ. ഞാൻ 100 കോടി രൂപ കൊണ്ടുപോയെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. AKG സെന്ററിൽ ഇതിനുവേണ്ടി മാത്രം അഹോരാത്രം പണിയെടുക്കുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. അയാളോട് പറഞ്ഞേക്ക് എല്ലാം കഴിയുമ്പോൾ അയാൾക്കെതിരെ ഒറിജിനൽ കാർഡ് വരുന്നുണ്ടെന്ന്. ഒരുങ്ങിയിരുന്നോ? ഇതിലും വലിയ ഒറിജിനൽ കാർഡ് അയാൾക്കെതിരെ വരുന്നുണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പും പ്രതിപക്ഷ നേതാവ് നൽകി. ഇതിനിടയിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു പടുകൂറ്റൻ ഫ്ലെക്സും കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുണ്ട്. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന തലക്കെട്ടിൽ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രവും വെച്ചാണ് ഫ്ലെക്സ് ബോർഡ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉയർന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പുനർജനി പദ്ധതിയെക്കുറിച്ചുള്ള വിവാദങ്ങളിലും VD സതീശൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. പുനർജനി പദ്ധതിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് സർക്കാരോ BJPയോ ഒന്നുമല്ല, അത് സതീശൻ തന്നെയാണ്. ഒന്നാം പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് CPM ഈ ആരോപണം ഉയർത്തിയത്. ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്നും അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുമെന്നുമാണ് അന്ന് സതീശൻ മറുപടി നൽകിയത്. പുനർജനി എന്നത് കേവലമായൊരു ഭവന നിർമ്മാണ പദ്ധതിയല്ല, അതൊരു പുനരധിവാസ പദ്ധതിയാണ്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും തയ്യൽ മെഷീനുകളും വരെ നൽകുന്ന സമഗ്രമായ ഒരു പ്രവർത്തനമാണത്. രാഷ്ട്രീയമായി സതീശനോട് വിയോജിക്കാം, പക്ഷെ അതിന്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതി എതിർക്കുന്നത് ജനവിരുദ്ധമാണ്. തന്നെ പൂട്ടാൻ CBIയെ കൂട്ടുപിടിക്കുന്ന പിണറായി വിജയന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ്. VD സതീശന്റെ പ്രതികരണം കൂടി വാർത്തയോടൊപ്പം ചേർക്കുന്നു. AKG സെന്ററിൽ ഇരുന്ന് നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയുന്നതിന്റെ പേര് എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കുക. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ അല്ല. അത് ഞാൻ സർക്കാർ ഒരു കൊല്ലം എടുത്തു ഭൂമി കണ്ടെത്താൻ വേണ്ടിയിട്ട്. സർക്കാർ ഞങ്ങൾക്ക് ആ ഭൂമി തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഭൂമി നോക്കി തുടങ്ങിയത്. 3 മാസമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സർക്കാർ ഒരു കൊല്ലം വൈകിയത്? വയനാട്ടിലെ പല ഭൂമി നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുക. നിയമപരമായ പരിശോധന പൂർണ്ണമായി നടത്താതെ ഒരു ഭൂമി എടുക്കാൻ പറ്റില്ല. സർക്കാർ ഒരു കൊല്ലം താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് 3 മാസം താമസിക്കാൻ പാടില്ല ഭൂമി എടുക്കാൻ. എന്നിട്ട് വ്യാപകമായി ഇതിൽ പ്രചരണമാണ്. ഞാൻ തട്ടിയെടുത്തു പൈസ. ഇന്നലെ ഞാനൊരു CPMന്റെ അവിടെ ഇരുന്ന ഒരാൾ എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കണ്ടല്ലേ എനിക്കെതിരായിട്ട്. നിങ്ങളുടെ ഒരാൾ അവിടെ ഇരുന്ന് ഇറക്കണ്ടല്ലോ 10 കാർഡ്. അതിലൊരു കാർഡ് മറ്റേ അവിടെ തന്ന പൈസ, KPCC തന്ന പൈസ ഞാൻ അടിച്ചു മാറ്റി. KPCCയുടെ 137, 138 അത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ നിങ്ങൾ ഫണ്ട് പിരിക്കുന്നതൊക്കെ CPM ഫണ്ട് പിരിക്കുന്നതൊക്കെ അടിച്ചുകൊണ്ട് പോകായിരുന്നു. പിണറായി വിജയൻ 16 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ CPM ഫണ്ട് പിരിവ് നടത്തിയതൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നു 100 കോടി രൂപ, 137. ഇതുപോലത്തെ പ്രചരണം AKG സെന്ററിൽ ഇരുന്ന് നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയുന്നതിന്റെ പേര് എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കുക. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ